ഇപ്പോൾ ഒരു ഗ്രാഫിക് കാർഡ് നിങ്ങൾക്ക് പി സിയിൽ സെറ്റ് ചെയ്യാൻ അറിയില്ലേ? അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ കണക്ട് ചെയ്യണം, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രൈവേഴ്സും യൂട്ടിലിറ്റീസ് ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, ബയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് ഞാൻ സോൾവ് ചെയ്ത് തരുന്നുണ്ടാകും. അതിപ്പോൾ തന്നെ APU ആയിക്കോട്ടെ, ഒരു ഗ്രാഫിക് കാർഡിൽ നിന്ന് ഒരു ഹൈ ഗ്രാഫിക് കാർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എൻ്റെ PC ഞാൻ ഇവിടെ മൊത്തം അയച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ വീഡിയോ എൻ്റെ ഗ്രാഫിക് കാർഡ്, ഈ ഒരു ഗ്രാഫിക് കാർഡ് അടിച്ചു പോയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും കാണുക, കാരണം യൂസ്ഡ് ഗ്രാഫിക് കാർഡ് എടുക്കുന്നവർ എന്തായാലും ആ ഒരു വീഡിയോ കാണണം. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. യൂസ്ഡ് ഗ്രാഫിക് കാർഡ് എടുക്കണ്ടെന്നല്ല, കാരണം അത് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം 1-2 എൻക്വയറിയിൽ അവർ പറഞ്ഞിരുന്നു യൂസ്ഡ് കാർഡിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്ന്. യൂസ്ഡ് കാർഡ് എടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. യൂസ്ഡ് കാർഡ് എടുക്കുമ്പോൾ നോൺ വാറണ്ടി കാർഡ് എടുക്കരുത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. അന്നൊരു ഗ്രാഫിക് കാർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ സാധനം ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ MSIയുടെ 1660 സൂപ്പർ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് കാർഡാണ് ഇത്. യൂസ്ഡ് ആണ് കേട്ടോ, ഞാൻ പുതിയതായിട്ട് എടുത്തതല്ല, യൂസ്ഡ് ആണ്. ഇതിൻ്റെ ബോക്സ് യൂസ്ഡ് കാർഡാണിത്. ഏകദേശം 1 വർഷം യൂസ് ചെയ്ത്, ഇനി 2 വർഷം വാറണ്ടി റിമൈനിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡാണ്. അപ്പോൾ യൂസ്ഡ് ഗ്രാഫിക് കാർഡ് എടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വാറണ്ടി ഉള്ളത് നോക്കിയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഡ് ഗ്രാഫിക് കാർഡ് എവിടെ നിന്ന് എടുക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക് കാർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ഗ്രാഫിക് കാർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ മേ ബി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മേ ബി അറിയാതിരിക്കാം, എന്നാലും അറിയാത്ത കുറേ അധികം ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ PC ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുത്ത് അവർ ഗ്രാഫിക് കാർഡ് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് അറിയാത്തൊരു ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഈ ഒരു ഗ്രാഫിക്, ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി APU ആണ് PC-യിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു 3200G. അപ്പോൾ ഇനി അത് എങ്ങനെ ഈ ഒരു ഗ്രാഫിക് കാർഡിലോട്ട് കംപ്ലീറ്റ്ലി ആക്കാം എന്നുള്ളത് നോക്കാം. കാരണം എൻ്റെ പ്രോസസ്സർ ഇതൊന്നുമല്ല, ഞാനിപ്പോൾ എൻ്റെ പ്രോസസ്സർ മാറ്റി വെച്ച് ഒരു APU എടുത്തിട്ടതാണ്. ഇനിവേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പരിപാടിയിലോട്ട് പോകാം. PC മൊത്തം ഇവിടെ അയച്ച് ഫുള്ളി ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ അത്യാവശ്യം നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 5-6 മാസമായിട്ട് ക്ലീൻ ചെയ്യുന്ന, അത്രയൊന്നും ലോങ് പോകാറില്ല. വലിയ രീതിക്ക് മൊത്തം ഊരി ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഗ്രാഫിക് കാർഡ് ഇടാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതെന്തായാലും നമുക്ക് ഗ്രാഫിക് കാർഡ് എടുക്കാം. ഓക്കെ, ഇതാണ് ഗ്രാഫിക് കാർഡ്, ഓൾറെഡി കാണിച്ചു തന്നു. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ മേ ബി ഇത് കണ്ട് ചിരിക്കുന്നുണ്ടാവും, എന്നാലും അറിയാത്ത കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താൽ മതി, കാരണം ചാപ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് PCI സ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇതിവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ HDMI-യും ഡിസ്പ്ലേ പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കാർഡ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ PCI സ്ലോട്ടിൻ്റെ ഏകദേശം അവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് എത്ര പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 2 പോർട്ടാണ് വേണ്ടത്. പിന്നെ എൻ്റെ മുന്നത്തെ ഗ്രാഫിക് കാർഡിന് 2 പോർട്ട് തന്നെ ആയതുകൊണ്ട് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഊരി എടുക്കുക. ഓക്കെ, നാക്കിൽ ഇങ്ങനെ ഊരി എടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു PCI സ്ലോട്ടിൻ്റെ ഇവിടെ ലോക്ക് കാണും, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ PC കടത്തി വെക്കാൻ നോക്കുക. ഓക്കെ, മറ്റേ രീതിയിൽ തന്നെ മതി, എന്നാലും ഇങ്ങനെ ആക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്. അപ്പോൾ ഇത് നമ്മുടെ ഇത് കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്ലിപ്പ് പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായിട്ടുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻഷ്യൂർ ചെയ്യുക. നമ്മുടെ റാമൊക്കെ ഇതാക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രൂ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ഇടണം. അപ്പോൾ ഇതിന് വരുന്ന സ്ക്രൂ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സ്ക്രൂ ആണ്. ഓക്കെ, അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. മാക്സിമം എല്ലാ സ്ക്രൂസും നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ നോക്കുക. കാർഡ് ഏകദേശം സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക് അല്ലേന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എൻഷ്യൂർ ചെയ്യുക. ഇനി PCI പവർ കൊടുക്കണം. ചില RTXൻ്റെ കാർഡ്സിന് 2 ഇതുപോലത്തെ വരും, PCIയുടെ വരും. ചില GTXൻ്റെ 1050 Ti ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വരില്ല, പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്താൽ മതി. പവർ സപ്ലൈ എന്ന് വരുന്ന ഒരു കേബിളാണ്. PCI നമ്മുടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ CPU-ൻ്റെതും ഇതുപോലെ തന്നെയാണ് വരുന്നത്. പല ആളുകൾ മാറി ഇതായിട്ട് കണക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് റൗട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കേബിൾ മാനേജ്മെൻറ്റ് ഐഡിയ ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഇതിലോട്ട് എടുക്കുക. ചിലതിന് 3x2 6 ആയിരിക്കും, ചിലതിന് 4x2 8 പിന്നായിട്ടും കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രാഫിക് കാർഡിന് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ചിലപ്പോൾ RTX കാർഡൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ കണക്ട് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ കേബിൾ മാനേജ്മെൻറ്റ് കുറച്ച്
കുറച്ച് നൈസാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു ടൈയോ അല്ലെങ്കിൽ കേബിൾ മാനേജ്മെൻറ്റ് സംഭവം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൈസാവും. അപ്പോൾ ഇതിവിടെ ടൈ ചെയ്തുകൊണ്ട് ആ ഒരു കറക്റ്റ് ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ PC-യുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗ്രാഫിക് കാർഡിൻ്റെ. അപ്പോൾ APU യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഇതുപോലെ ഇങ്ങ് കണക്ട് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഇതുപോലെ ചെയ്യുക. പഴയ ഒരു ഗ്രാഫിക് കാർഡിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരാണെങ്കിലും ഇതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ HDMI കേബിൾ കണക്ട് ചെയ്യേണ്ടത് എൻ്റെ മദർ ബോർഡിലല്ല. ഓക്കെ, കാരണം APU യൂസേഴ്സ് ആയ ആളുകൾ മദർ ബോർഡിലായിരിക്കും കണക്ട് ചെയ്യുക, മദർ ബോർഡിലല്ല നിങ്ങളുടെ ഗ്രാഫിക് കാർഡിൽ വേണം കണക്ട് ചെയ്യാൻ. ചിലപ്പം APU യൂസേഴ്സ്, APU മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കേട്ടോ, അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്പ്ലേ കിട്ടാതെ വരും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് കാർഡ് എടുക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഉണ്ടല്ലോ മദർ ബോർഡിൻ്റെ അവിടെ, CMOS ബാറ്ററി, ഈ ഒരു ബാറ്ററി നിങ്ങളൊന്ന് ഊരിയിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് തിരിച്ചിടുക. പവർ മൊത്തം ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം അത് ഊരിയിട്ട് ഇടാൻ. ആ സമയത്ത് നിങ്ങളുടെ ബയോസ് മൊത്തം റീസെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക് കാർഡിൽ നിന്ന് തന്നെ HDMI കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് കിട്ടും. നിങ്ങൾ പിന്നെ കുറച്ച് ഡ്രൈവേഴ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, CMOS ബാറ്ററി ഊരി ബയോസ് റീസെറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോസ് റീസെറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ റാമിൻ്റെ XMB പ്രൊഫൈൽ എന്ന് പറയും, അപ്പോൾ അതൊക്കെ ഡിസേബിൾ ആയിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ അത് എനേബിൾ ചെയ്യുക, TPM സെക്യൂർ ബൂട്ട് ഇതൊക്കെ എനേബിൾ ചെയ്യുക. ഇതൊക്കെ പറഞ്ഞു തരാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ചെയ്യുകയാണ്. ഇത് മേ ബി നിങ്ങൾ സാധാരണ കുറച്ചുകൂടെ ടൈം എടുക്കും ബൂട്ടായി വരാൻ. ഓക്കെ, ഇപ്പോൾ ബൂട്ടായി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ്ലി ബൂട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐക്കൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഇതിൻ്റെ ഐക്കൺസ് മൊത്തം വന്നിട്ടുള്ളത്. കാരണം ഡ്രൈവർ പാക്ക് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നെറ്റ് കണക്ട് ചെയ്യുന്നത്, അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ള് മാറി വിൻഡോസിൻ്റെ അപ്ഡേറ്റ് ഓട്ടോ റൺ ആയിട്ട് അത് ഫുള്ള് മാറ്റി ക്ലിയർ ആക്കും. പക്ഷേ അത് നോക്കണ്ട, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് NVIDIAയുടെ കാർഡ് ആയതുകൊണ്ട് NVIDIAയുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും കൺട്രോൾ സെൻറ്ററും മേ ബി കിട്ടാതെ വരും. ഓക്കെ, ആ ഒരു കറക്റ്റ് ആ മാനറിൽ പോവാതെ വരും. സോ നമ്മളിവിടെ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ക്രോം ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് NVIDIAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് എന്നുള്ള ഡ്രൈവർ എന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡ്രൈവറുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സൈറ്റിലോട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. എൻ്റെ ഇതിപ്പോൾ GTX 1660 സൂപ്പർ ആയതുകൊണ്ട് GeForce, GTXൻ്റെ മറ്റ് RTX 30 സീരീസ്, 20 സീരീസ്, അതുപോലെ തന്നെ GT സീരീസും GTX സീരീസ് എല്ലാം ഈ ഒരു ഭാഗത്തുണ്ടാവും. ഓക്കെ, ഇപ്പോൾ എൻ്റെത് 1660 സൂപ്പർ ആയതുകൊണ്ട് 16 സീരീസ് എന്ന് കൊടുത്തു. എന്നിട്ട് കറക്റ്റ് പ്രോഡക്റ്റ്, നമ്മുടെ കറക്റ്റ് ഗ്രാഫിക് കാർഡിൻ്റെ മോഡൽ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് വിൻഡോസിൻ്റെ വേർഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം റെഡി ഡ്രൈവർ ഡൗൺലോഡ് ചെയ്താൽ മതി. സ്റ്റുഡിയോ ഡ്രൈവർ, SD ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പർപ്പസ് അതിനനുസരിച്ചാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ലാംഗ്വേജ് ബൈ ഡിഫോൾട്ട് ഇന്ത്യ, ഇംഗ്ലീഷ് കൊടുക്കുന്നു, സെർച്ച് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ വരും. ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേർഷനൊക്കെ വന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. അപ്പോൾ അത് ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 700 MB എങ്ങാണ്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മേ ബി വിൻഡോസ് മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് കാര്യമാക്കണ്ട. ഇപ്പോൾ ഡ്രൈവർ ഡൗൺലോഡായി തീർന്നിട്ടുണ്ട്. ഇനി ഇത് ഡൗൺലോഡ് ആയ സെക്ഷനിലോട്ട് പോവുക. ഇതിവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നോർമൽ ഇൻസ്റ്റാളേഷൻ എസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. സാധാ ഒരു ആപ്പോ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ സാധാ പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. GeForceൻ്റെ എക്സ്പീരിയൻസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് ടിക്ക് ചെയ്തിട്ട് അഗ്രി ആൻഡ് എക്സിറ്റ് കൊടുക്കുക. നോർമൽ റെക്കമെൻഡഡിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇത് ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൽ മേ ബി നിങ്ങളുടെ സ്ക്രീന് ബ്ലിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്നും ഇടക്ക് പോയും ഒന്നൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, ഫുള്ളി നോർമലാണത്. ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഐക്കൺസും കാര്യങ്ങളെല്ലാം ബാക്ക് നോർമൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടാസ്ക് ബാറിൻ്റെ ആ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കറക്റ്റ് ഇതായിട്ടുണ്ട്, ഫുള്ള് സ്മൂത്ത് ആയിട്ടുണ്ട്. നേരത്തെ ഒരു ഹാങ് ആയ പോലെ ആയിരുന്നു, ഹാങ് അല്ല, ഒരു പ്രോപ്പർ അല്ലായിരുന്നു, അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്മൂത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ആ ഒരു സ്മൂത്ത്നെസ്സിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും GPU എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമ്മുടെ കാർഡ് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കാർഡ് എനിവേ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. NVIDIAയുടെ കൺട്രോൾ സെൻറ്റർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും സെറ്റായി. ഇനി എക്സ്പീരിയൻസ് സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പീരിയൻസ് സെൻറ്ററും ഓണായി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു MSIയുടെ കാർഡ് ആയതുകൊണ്ട് തന്നെ ഇത് MSIയുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്, ആഫ്റ്റർ ബേൺ എന്ന് പറഞ്ഞിട്ട് MSIയുടെ. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓപ്ഷണലാണ്, നിങ്ങളോട് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഇവർ കറക്റ്റ് പറയുന്നൊന്നുമില്ല. വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ക്ലോക്ക് സ്പീഡൊക്കെ ചെറിയ രീതിയിൽ ട്യൂക്ക് ചെയ്യാനും ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ അവിടെ മുന്നേ യൂസ് ചെയ്തിരുന്ന അസ്യൂസിൻ്റെ കാർഡാണ്, ആ ഒരു കംപ്ലൈൻ്റ് ആയ കാർഡ്.
അതിന് മുന്നേ ഞാനൊരു 1050 Ti യൂസ് ചെയ്ത അസ്യൂസിൻ്റെ കാർഡാണ്. അപ്പോൾ അസ്യൂസിൻ്റെ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ ഇതിന് ഡിലീറ്റ് ചെയ്തിട്ട് MSIയുടെ കയറ്റണം. അത് ജസ്റ്റ് അവരുടെ സൈറ്റിൽ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. MSI ആഫ്റ്റർ ബേൺ എന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി. അത് നിങ്ങൾ യൂസർ മാനുവലിൽ കാണും. ഇനി നിങ്ങൾ ബയോസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടാസ്ക് ബാർ എടുത്തിട്ട് മെമ്മറി സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡായിട്ട് കിടക്കുന്നത് 2666 MHz ആണ്. അത് മാറ്റിയിട്ട് 3200 MHz അത് XMP പ്രൊഫൈൽ എനേബിൾ ആണ്. അതുപോലെ തന്നെ TPM 2.0 പരിപാടിയൊക്കെ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. കാരണം APU യൂസേഴ്സ് ആ CMOS ബാറ്റ് ഊരിയിട്ടു. അതുപോലെ തന്നെ പ്രൊസസ്സർ ഊരിയിട്ടാലും ബയോസ് റീസെറ്റ് ആവും. സോ അത് റെഡിയാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോസിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസ് ഇത്ര ചെറിയ വീഡിയോസ് ആയിരിക്കില്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വീഡിയോ ആയിരിക്കും. കാരണം കുറേ അധികം ആളുകൾക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, വലിയൊരു ഐഡിയ ഇല്ല എന്ന് കുറേ അധികം ആളുകൾ എന്നോട് വിളിച്ചപ്പോൾ നമ്മൾ ഗ്രാഫിക് കാർഡൊക്കെ സെല് ചെയ്യുമ്പോൾ അവർ പറയേണ്ടത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സെർച്ച് കൂടുതലുള്ള ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ മറ്റ് ടെക് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ യൂസ്ഡ് ഗ്രാഫിക് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു PCയുടെ സെറ്റപ്പ് 2.0 വീഡിയോ എന്ന് വരുന്നു കുറേ അധികം ആളുകൾ പല കമൻറ്റുകളിലായി ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു വീക്കല്ല, നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ വരും. കാരണം ഇത് മൊത്തം ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചത് ആ ഒരു പർപ്പസിനൂടെ വേണ്ടിയിട്ടാണ്. ആ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിവേ അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. ബൈ.